അർജുനെ കാത്ത് നാട്. കർണാടക ഷിരൂരിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ അർജുനായുള്ള തെരച്ചിൽ 6ാം ദിവസത്തിൽ. രക്ഷാദൌത്യത്തിനായി ഇന്ന് സൈന്യമിറങ്ങും. ബലഗാവിയിൽ നിന്നുള്ള സംഘമാണ് എത്തുക. ഇന്നലെ റഡാർ പരിശോധനയിൽ സിഗ്നൽ കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ചായിരിക്കും തെരച്ചിൽ നടത്തുക. മലയാളി രക്ഷാപ്രവർത്തകരും ദൌത്യസംഘത്തിൽ തുടരും. രക്ഷാദൌത്യത്തിന് സൈന്യമിറങ്ങണമെന്ന് അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് അപകടസ്ഥലം സന്ദർശിക്കും. അതിനിടെ അർജുനായുള്ള തെരച്ചിൽ നിർത്തിയതിനെതിരെ കോഴിക്കോട് കണ്ണാടിക്കലിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് അരുൺ പാറക്കലാണ് ചേരുന്നത്. അരുൺ, എന്തായാലും സൈന്യം എത്തുന്നു എന്നത് വലിയൊരു ആശ്വാസ വാർത്തയാണ്. ഇതെന്തായാലും തെരച്ചിലിന് കൂടുതലൊരു വേഗം നൽകുമല്ലോ, അല്ലേ? ക്രിസ്റ്റീന, അതുതന്നെയാണ്. ഈ സൈന്യം എത്തുന്നു എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. കഴിഞ്ഞ 5 ദിവസങ്ങളായി ചെയ്യാൻ കഴിയാതിരുന്നത് ഇന്ന് സൈന്യം എത്തുന്നതോടെ, ആർമി എത്തുന്നതോടെ ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഏവർക്കുമുള്ളത്. എന്തായാലും ഇപ്പോൾ രാവിലെ 6:30 ആയിരിക്കുന്നു. എനിക്ക് പുറകിൽ കാണുന്ന ദൃശ്യം അത് ആ സ്ഥലമാണ്, അപകടം നടന്ന സ്ഥലമാണ്. അവിടെ വെളിച്ചമൊക്കെ ഇപ്പോൾ കത്തി തുടങ്ങിയിട്ടുണ്ട്, വാഹനങ്ങളൊക്കെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. JCB പോലുള്ള വാഹനങ്ങൾ, അതുപോലെ തന്നെ ഈ ലോറികൾ പോലുള്ള, അതായത് ഈ മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യുന്ന ലോറികൾ പോലുള്ള വാഹനങ്ങളൊക്കെ അവിടെ പതുക്കെ പതുക്കെ നീങ്ങി തുടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ആ മണ്ണ് നീക്കം ചെയ്യാനുള്ള പ്രവൃത്തി ഏകദേശം ഇപ്പോൾ രാവിലെ തന്നെ ആരംഭിച്ചു എന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ക്രിസ്റ്റീന, പ്രതികൂലമായ കാലാവസ്ഥയുണ്ട്. മഴ ശക്തമായി തന്നെ നിൽക്കുകയാണ്. ഇന്നലെ രാത്രി നല്ല മഴ ഈ പ്രദേശത്തുണ്ടായിരുന്നു. ഗംഗാവലി പുഴയിലെ ജലനിരപ്പൊക്കെ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. കർണാടക ഉൾവനത്തിൽ നല്ല മഴയുണ്ടെന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെയും ശക്തമായ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ മഴയ്ക്ക് ഒരു 10 മിനിറ്റായി മഴയ്ക്ക് ചെറിയൊരു അയവ് വന്നിട്ടുണ്ട്. ഈ കാലാവസ്ഥ അനുകൂലമായാൽ ഈ പ്രവൃത്തി, അതായത് ഈ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി എളുപ്പമാവും. ഇന്നിപ്പോൾ സൈന്യത്തിലാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ഇന്ന് അർജുനെ, ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന അർജുനെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസം ഈ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഈ മണ്ണിന്റെ ഒരു ഘടനയുണ്ട് ക്രിസ്റ്റീന. ഈ റഡാർ സംവിധാനം ഉപയോഗിക്കുമ്പോൾ ഡ്രൈ സോയിലിൽ മാത്രമാണ് പെട്ടെന്ന് ഈ മണ്ണിൽ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ കഴിയുക. ഇത് നനഞ്ഞ മണ്ണാണ്. ഒപ്പം ഈ മലനിരകളിൽ നിന്ന് ഈ വെള്ളത്തിന്റെ കുത്തൊഴുക്ക്, അതായത് ആ ഉറവ ഈ മണ്ണിലൂടെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഉറവ അങ്ങനെ ഗംഗാവലി പുഴയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയൊരു മങ്ങിയ വെളിച്ചമാണ്, അതുകൊണ്ടാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടുതൽ വ്യക്തമാവാത്തത്. അതുകൊണ്ട് ഈ ജലനിരപ്പ് മണ്ണിലുള്ളത് കൊണ്ട് കൃത്യമായ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ റഡാർ സംവിധാനത്തിനുമാവില്ല. എന്നാലും വൈകുന്നേരത്തോടു കൂടി 70% ഒരു ഉറപ്പ് ഈ ലോറി കിടക്കുന്ന സ്ഥലം, അതായത് അവിടെ ഒരു കടയുണ്ടായിരുന്നു. ആ കടയ്ക്ക് ഓപ്പോസിറ്റുള്ള ആ പാർക്കിംഗ് കേന്ദ്രത്തിലാണ് ഏകദേശം ആ ഒരു മണ്ണിന് മുകളിൽ കാണുന്ന ടവർ വീണ് കിടക്കുന്ന ആ പ്രദേശത്താണ് ഈ ലോറി ഉള്ളത് എന്നൊരു ധാരണയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തക സംഘമൊക്കെ ഉള്ളത്. ഇന്നലെ 70% അങ്ങനെ ഒരു കണക്കുകൂട്ടലെത്തിയിരുന്നു. പക്ഷേ ഒരു മോശം കാലാവസ്ഥ കാരണം ഇന്നലെ രാത്രി ഈ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു. ഇന്നലെ ഒരു 9 മണിയോടുകൂടി രക്ഷാപ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിച്ച് രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ മടങ്ങുകയായിരുന്നു. ഇവർ മുകളിലേക്ക്, NDRFന്റെ സംഘമൊക്കെ മുകളിലേക്ക് കയറുന്ന സമയത്ത് ആ മണ്ണ് താഴേക്ക് ഊർന്നു വീഴുകയാണ്. അതുകൊണ്ട് അവർക്ക് ഈ മണ്ണിന് മുകളിലേക്ക് കയറി രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള ചില പരിമിതികളൊക്കെ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. ഇന്നെന്തായാലും അവർ കൂടുതൽ ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്, ആധുനികമായ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഒപ്പം സൈന്യം അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൈന്യം എത്തിക്കഴിഞ്ഞാൽ ആദ്യം ഇതിനെക്കുറിച്ച്, അതായത് ഈ ഒരു പ്രദേശത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇതുവരെ കഴിഞ്ഞ 5 ദിവസമായി എന്താണ് ഇവിടെ സംഭവിച്ചത്, എന്താണ് നടന്നത്, ഏത് രീതിയിലുള്ള രക്ഷാപ്രവർത്തനമായിരുന്നു എന്നതിനെക്കുറിച്ച് പഠിക്കും. അതിനുശേഷം സൈന്യമായിരിക്കും പിന്നീട് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുക എന്നുള്ളതാണ്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സാധാരണഗതിയിലുള്ള കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭവിച്ചതുപോലുള്ള മണ്ണുനീക്കൽ പ്രക്രിയയൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെളിച്ചമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം വാഹനങ്ങൾ അവിടെ നിന്ന് ഈ മണ്ണുമായി നീങ്ങുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ കൂടുതൽ
ഒരു വ്യക്തത വരണമെങ്കിൽ ആ ലോറി എവിടെയെന്ന് കണ്ടെത്തണമെങ്കിൽ, ഈ ഭാരത് ബെൻസിൻ്റെ വാഹനം എവിടെയെന്ന് കണ്ടെത്തണമെങ്കിൽ അത് സൈന്യം വന്നാൽ മാത്രമേ സാധിക്കൂ എന്നത് ഇനി ഒരു അവസാന പ്രതീക്ഷയായി നിലനിൽക്കുകയാണ്. എന്തായാലും സൈന്യം അല്പസമയത്ത് തന്നെ ഇവിടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത് ശിരൂരിൽ നിന്നും. ശിരൂരിലെ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമാണെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണസെയിൽ. റഡാർ സിഗ്നൽ കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിൽ നടത്തും. ഇന്ന് ശുഭവാർത്ത ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കാർവാർ MLA സതീഷ് കൃഷ്ണസെയിൽ പറഞ്ഞു. That vehicle also we are not getting, and we have bought from National Institute of Technology radar, and radar has given some marks. We are trying from all the sources, and we have bought from the Navy, we have bought the diving people also, but they have tried their level best, but the water is totally mixed with the mud. They are not getting clear vision. ശിരൂരിൽ നിന്ന് വീണ്ടും അരുൺ പൂപ്പറമ്പ് ചേരുകയാണ്. അരുൺ, ഇക്കാര്യത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ ചില തടസ്സങ്ങൾ, ചില വെല്ലുവിളികൾ ഉണ്ടെന്നാണല്ലോ ഇപ്പോൾ ഈ MLA പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? ക്രിസ്റ്റീന, ഈ ദൗത്യസംഘത്തിൽ ഉൾപ്പെടെയുള്ളവർ അത് ആവർത്തിച്ച് പറയുന്നതാണ്. ദുഷ്കരമായിട്ടുള്ള, ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ് ഇത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് കണ്ടെത്തുക എന്നുള്ളത് വളരെ എളുപ്പത്തിൽ സാധിക്കില്ല എന്നത് ഈ രക്ഷാപ്രവർത്തക തന്നെ പറയുന്നതാണ്. എങ്കിൽ പോലും നമുക്ക് ഇന്ന് പ്രതീക്ഷ നൽകുന്ന പല തരത്തിലുള്ള ഘടകങ്ങളുണ്ട്. അതിൽ സൈന്യം എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്നത്. അതായത് ഇത്തരം മേഖലകളിൽ, ഇത്തരം ദുരന്ത മേഖലകളിൽ നേരത്തെ തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പരിചയമുള്ള പ്രത്യേക സംഘത്തെയാണ് ബലഗാവിയിൽ നിന്ന് ഈ നിലവിൽ ഈ അപകട സ്ഥലത്തേക്ക് എത്തിക്കുന്നത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം ഒരു 9:30 സൈന്യത്തിൻ്റെ ഈ പ്രത്യേക സംഘം ഈ അപകട സ്ഥലത്ത്, ഈ ദുരന്ത മേഖലയിൽ എത്തിച്ചേരും എന്ന വിവരമാണ് നമുക്ക് ഒടുവിലായി ജില്ലാ ഭരണകൂടത്തിൽ നിന്നുൾപ്പെടെ ലഭിക്കുന്നത്. ഇന്നത്തെ തെരച്ചിൽ ഈ ഏറെ നിർണായകമാണ്. കാരണം ഇന്നലെ വൈകിട്ട് ലഭിച്ച ഈ റഡാർ പരിശോധനയിൽ ലഭിച്ച ഒരു സിഗ്നലുണ്ട്. ആ സിഗ്നൽ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ തെരച്ചിൽ എന്നതാണ്. പക്ഷേ അത് കുറച്ചുകൂടി ദുഷ്കരമാണ്. കാരണം ആ സിഗ്നൽ പോയിന്റിന് ചുറ്റും വലിയ അതൊരു മണ്ണല്ല, അതൊരു ചളിയായി മൂടി നിൽക്കുകയാണ്. വളരെ ഉയരത്തിൽ അത് മൂടി നിൽക്കുകയാണ്. അത് നീക്കം ചെയ്യാതെ അതിൽ കൂടുതൽ ഒരു തെരച്ചിൽ നടത്താൻ സാധിക്കില്ല എന്നതാണ് പറയുന്നത്. റഡാർ മോണിറ്റർ ചെയ്യുന്നവർക്കും ഇത്രത്തോളം ഈ ചളി കിടക്കുന്നത് കൊണ്ട് അതിലൊരു ക്ലാരിറ്റി വരുത്താൻ, ഇത് ലോറിയുടെ കണ്ടന്റ് ആണോ അവർക്ക് ഇന്നലെ ലഭിച്ച സിഗ്നൽ എന്ന് ഒരു ക്ലാരിറ്റി വരുത്താൻ സാധിച്ചിട്ടില്ല. അതിലൊരു വ്യക്തത വരുത്തുകയായിരിക്കും ഇന്നത്തെ ആദ്യ മണിക്കൂറുകളിൽ ലക്ഷ്യമിടുക. സൈന്യം എത്തിയാൽ ഇത് നീക്കം ചെയ്ത് കുറച്ചുകൂടി വേഗത്തിൽ ഈ രക്ഷാപ്രവർത്തനം, തെരച്ചിൽ നടക്കും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് എന്തായാലും നിലവിൽ ഇവിടെയുള്ള മറ്റ് രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ പങ്കുവെക്കുന്നത്. നേരത്തെ അർജുൻ്റെ കുടുംബം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ്. നിലവിൽ ഇപ്പോൾ ഉള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയാൽ യാതൊരു പുരോഗതിയും ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മളും അവിടെ നേരിട്ട് പോയി കണ്ട ഘട്ടത്തിൽ അത് തന്നെയാണ് നമുക്കും പങ്കുവെക്കാനുള്ള വിവരം. അത് നിലവിൽ അത്രത്തോളം സ്ഥിതി ഗുരുതരമായിരിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ഭൂപ്രകൃതിയുടെ ഒരു അവസ്ഥ അത്രത്തോളം മോശമായിരിക്കുന്നു എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് ഈ കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് ഈ രക്ഷാപ്രവർത്തനത്തിൽ അത് ഇൻവോൾവ് ചെയ്യുക എന്ന നടപടിയിലേക്ക് കടന്നിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും ഈ ദുഷ്കരമായി ഇത് തുടരും. ഇത് വീണ്ടും ഇങ്ങനെ ഈ രക്ഷാപ്രവർത്തനം വൈകിക്കൊണ്ടിരിക്കും എന്ന കാര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്ത് പറയേണ്ടത്. എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൈന്യം ഒരു 9:30 ഈ അപകട സ്ഥലത്തേക്ക് എത്തിച്ചേരും. അവർ എത്തിക്കഴിഞ്ഞാൽ ദ്രുതഗതിയിൽ മറ്റ് രക്ഷാപ്രവർത്തന നടപടികളിലേക്ക് അവർ കടക്കും എന്നതാണ് പറയുന്നത്. നിലവിൽ ഈ രക്ഷാപ്രവർത്തനം ഔദ്യോഗികമായി ഇന്ന് ആരംഭിച്ചിട്ടില്ല. നേരത്തെ 6:30 ഈ രക്ഷാപ്രവർത്തന ദൗത്യ സംഘം ഇവിടെ എത്തിച്ചേരും, പുനരാരംഭിക്കും എന്നതാണ് പറഞ്ഞതെങ്കിലും നിലവിൽ ഇതുവരെ NDRFൻ്റെയോ SDRFൻ്റെയോ പ്രത്യേക നിലവിൽ ഇന്നലെ തെരച്ചിൽ നടത്തിയ പ്രത്യേക റെസ്ക്യൂ ടീം ഒന്നും നിലവിൽ ഈ സമയം വരെ, ഇപ്പോൾ വെളിച്ചം വീണു, കാലാവസ്ഥ അനുകൂലമായി അല്പം മഴ മാറി നിൽക്കുന്നുണ്ട്, ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. അല്പസമയത്തിനകം അവർ എത്തിച്ചേരും എന്ന് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. നിലവിൽ അവർ എത്തിയതിനു ശേഷം ഈ മണ്ണ് നീക്കം ചെയ്ത നടപടികളായിരിക്കും ആദ്യ മണിക്കൂറുകളിൽ നടക്കുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇന്നലെ ലഭിച്ച സിഗ്നൽ കേന്ദ്രീകരിച്ച് ആ ചെളി ആദ്യം ഒന്ന്
നീക്കി തുടങ്ങുക ആയിരിക്കും. പിന്നീട് സൈന്യം എത്തിക്കഴിഞ്ഞാൽ അവർ പൂർണ്ണമായും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും. അത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അവർ ഏത് രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യും, ഏത് രീതിയിലായിരിക്കും അവരുടെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ എന്നുള്ളത് നമുക്ക് അവർ എത്തിയതിനു ശേഷം മാത്രം അതിൻ്റെ കൂടുതൽ അപ്ഡേഷൻ ലഭിക്കും. അത് എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ്. സൈന്യം എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള മണിക്കൂറുകളായിരിക്കും അവരെത്തിയതിനു ശേഷം ഉണ്ടാവുക എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത് ശിരൂരിൽ നിന്ന്. ഇനി കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്നുകൂടി ചേരുകയാണ്. അഭിജിത്ത്, ഈ 6 ദിവസം ഒരു ജീവൻ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുമ്പോഴും അലംഭാവമുണ്ട് എന്ന വീട്ടുകാരുടെ പരാതി, കഴിഞ്ഞ ദിവസം തെരച്ചിൽ നേരത്തെ നിർത്തി എന്ന ആ ഒരു അവലാതിയുണ്ട്, അതിൽ പ്രതിഷേധമുണ്ടായിരുന്നു. അവിടെ നിന്നുള്ള വിവരങ്ങൾ. ക്രിസ്റ്റീന, നിരവധിയായ ആശങ്കകൾ ചൂണ്ടിക്കാട്ടുമ്പോഴും വലിയ പ്രതീക്ഷയിലാണ് ഈ നാടൊന്നാകെ. ഈ വീടോ നാടോ അല്ല, മറിച്ച് ഈ കേരളം ഒന്നാകെ അർജുൻ്റെ മടങ്ങി വരവ് കാത്തിരിക്കുകയാണ്. ആ ഒരു പ്രാർത്ഥനയിലാണ്, പ്രതീക്ഷയിലാണ് എല്ലാവരും. ക്രിസ്റ്റീന ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള വീഴ്ചകൾ കുടുംബം ചൂണ്ടിക്കാട്ടിയിരുന്നു ഇന്നലെ തന്നെ. എന്തുകൊണ്ട് സൈന്യത്തെ ഈ രക്ഷാപ്രവർത്തനം ഏൽപ്പിക്കുന്നില്ല എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കുടുംബം മുന്നോട്ട് വെച്ചതാണ്. 2 പ്രശ്നങ്ങൾ, അതായത് ഈ നേരത്തെ തിരച്ചിൽ അവസാനിപ്പിക്കരുത്, ഒപ്പം സൈന്യത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ ചുമതല ഏൽപ്പിക്കണം. ഈ 2 കാര്യങ്ങളാണ് കുടുംബം പ്രധാനമായും മുന്നോട്ട് വെച്ചത്. അതിൽ ഈ സൈന്യത്തിന് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ചുമതല വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പ്രതീക്ഷയ്ക്ക് ശക്തി പകരുന്നത്, ബലം പകരുന്നത്. കൂടാതെ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ സങ്കേതങ്ങളെക്കുറിച്ച്, സംവിധാനങ്ങളെക്കുറിച്ചൊക്കെയുള്ള ആശങ്ക കുടുംബം പറഞ്ഞതാണ്. കാരണം അവിടെ നിന്ന് നമുക്കറിയാം, നമ്മുടെ പ്രതിനിധി സംഘം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ് ഏത് രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ കാണുകയും ചെയ്തതാണ്. ഒരുപക്ഷെ കഴിഞ്ഞ 6 ദിവസമായി ആ മണ്ണിനടിയിൽ അർജുൻ കുടുങ്ങിക്കിടക്കുന്നു. അങ്ങനെ അർജുൻ ആ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ എത്രയും വേഗം ആ മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്ത് അർജുനെ പുറത്തെത്തിക്കുക എന്നുള്ളതിനാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകേണ്ടത്. പക്ഷേ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ അതല്ല നടന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അവിടേക്ക് ഈ അർജുന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഈ സംശയം, അർജുൻ ഈ മണ്ണിനടിയിൽ പുതഞ്ഞു കിടപ്പുണ്ട് എന്ന് സംശയം തോന്നിയ ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടെ നിന്ന് ആ ഷിരൂരിലെ, അങ്കോലയിലെ ആ മേഖലയിലേക്ക് പോയിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ വിവരങ്ങൾ, അർജുൻ അവിടെ ഉണ്ട് എന്നുള്ള വിവരം കുടുംബം പങ്കുവെച്ചതാണ്, അവിടെയുള്ള പോലീസ് സ്റ്റേഷനെ അറിയിച്ചതാണ്, മറ്റ് ഭരണകൂടങ്ങളെയൊക്കെ അറിയിച്ചതാണ്. എന്നാൽ തുടക്കത്തിൽ ഒരു അലംഭാവം ഉണ്ടായി, ഒരു ഉദാസീനത ഈ അധികാരികളിൽ നിന്നുണ്ടായി, അധികൃതരിൽ നിന്നുണ്ടായി എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അതാണ് ഇത്രയും ദിവസത്തിലേക്ക് ഈ ഒരു രക്ഷാപ്രവർത്തനത്തെ എത്തിച്ചത്. ഇന്ന് 6ാം ദിവസമാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഈ 6ാം ദിവസത്തിലാണ് കുടുംബത്തിന്റെ ആവശ്യപ്രകാരം സൈന്യം എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പക്ഷേ അത് ഈ സൈന്യത്തിന്റെ വരവ് അത് വളരെയധികം പ്രതീക്ഷ നൽകുന്നുണ്ട് കുടുംബത്തിന്. കാരണം അവർ ആവർത്തിച്ച് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്, തങ്ങളുടെ പ്രിയപ്പെട്ട അർജുൻ ലോറിക്കുള്ളിൽ ആ മണ്ണിനടിയിൽ പുതഞ്ഞു കിടപ്പുണ്ട്, സാധ്യമായതെല്ലാം ചെയ്യുക. കാരണം അവിടെ അനവധിയായ പ്രതികൂല ഘടകങ്ങളുണ്ട്, ദുർഘടമാണ് ഈ രക്ഷാപ്രവർത്തനം, ദുഷ്കരമാണ്, ശ്രമകരമാണ് എന്നുള്ള മറുപടികളൊക്കെ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് നേരത്തെ നേതൃത്വം നൽകിയവർ അറിയിച്ചതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് സൈന്യത്തിലേക്ക് ഈ ഒരു ആവശ്യപ്പെടൽ എത്താതിരുന്നത് എന്ന ചോദ്യം തന്നെയാണ് പ്രസക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം കുടുംബം മാധ്യമങ്ങളെ കാണുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, തങ്ങളെ ഈ ആർമിയുടെ ഭാഗത്തു നിന്ന് പല ഉദ്യോഗസ്ഥരും വിളിക്കുന്നുണ്ട്, കേവലം 6 മണിക്കൂർ മാത്രം അപ്പുറം ആർമി സജ്ജരായി നിൽപ്പുണ്ട്. പക്ഷേ ഒരു കോൾ, അതായത് ആർമിയെ ഈ രക്ഷാപ്രവർത്തനത്തിന് വിളിച്ചുകൊണ്ടുള്ള ഒരു കോൾ, അത് മാത്രമായിരുന്നു അവിടെ ഒരു പ്രതിസന്ധിയായി നിലനിന്നിരുന്നത്. എന്താണ് അവിടെ തടസ്സമായി നിന്നിരുന്നത് എന്ന ചോദ്യം നിലവിൽ ഉയരുന്നുണ്ട്. പക്ഷേ നിലവിൽ അതിൻ്റെ ഒരു സാഹചര്യമല്ല. ഈ രക്ഷാപ്രവർത്തനം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോവുക, ഏറ്റവും അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ശുഭകരമായ ഒരു വാർത്ത, അർജുൻ സുരക്ഷിതനായി ജീവനോടെ തിരികെ വരുന്നു എന്നുള്ളൊരു വാർത്ത, ആ വാർത്തയ്ക്കുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ ആ വാർത്തയ്ക്കുള്ള ഒരു കാത്തിരിപ്പിലാണ് ഈ കണ്ണാടിക്കൽ എന്ന് പറഞ്ഞ ഗ്രാമം. അവർ കഴിഞ്ഞ ദിവസം ക്രിസ്ത്യൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ പ്രതിഷേധങ്ങളൊക്കെ അവർ നടത്തിയിരുന്നു. അത് അവരുടെ വികാരങ്ങളുടെ ഒരു പ്രതിഫലനമാണ്. കാരണം ഈ ആവശ്യങ്ങൾ അവർ നേരത്തെ ബലഗാവിയിൽ നിന്നെത്തുന്ന സൈനിക സംഘം തെരച്ചിൽ രക്ഷാപ്രവർത്തനത്തിൽ ഭാഗഭാക്കാകും. വിശദാംശങ്ങൾ നൽകിയത് ശിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പയും അരുൺ പാറയ്ക്കലും, കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്നുമാണ്. നിപ്പ സ്ഥിരീകരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. കുട്ടിയുടെ ചികിത്സയ്ക്കായി പ്രത്യേക ടീമിനെ നിയോഗിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. മലപ്പുറത്ത് ഇന്ന് അവലോകന യോഗം ചേരും. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ഷഹദ് റഹ്മാനാണ് ചേരുന്നത്. കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്നുകൂടിയുണ്ട്.
ആദ്യം അഭിജിത്തിലേക്ക്. അഭിജിത്ത്, അവിടെ നിന്ന് നൽകാനുള്ള ഏറ്റവും പുതിയ വിവരം എന്താണ്? ക്രിസ്റ്റീന, ഈ ചികിത്സയിലുള്ള ചികിത്സയിലുള്ള 14-കാരന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. വെന്റിലേറ്ററിലാണ് കുട്ടി നിലവിലുള്ളത്. കുട്ടിയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവരും മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിൽ തുടരുന്നുണ്ട്. അവരുടെ സ്രവം ഇന്ന് പരിശോധനയ്ക്ക് അയക്കും. ആ സ്രവത്തിന്റെ പരിശോധനാ ഫലവും ഈ ഘട്ടത്തിൽ ഏറെ നിർണായകമാണ്. ഒപ്പം തന്നെ ഈ പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കുട്ടിയുടെ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു കുട്ടിക്ക് കൂടി പനിയുണ്ട്. അതിൽ ആ കുട്ടിയുടെ കാര്യത്തിൽ കൂടി ഈ സ്രവ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമെന്നാണ് നാം നിലവിൽ മനസ്സിലാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് കുട്ടിയുള്ളത്. വെന്റിലേറ്ററിലാണുള്ളത്. മെഡിക്കൽ കോളേജിലും ഈ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സന്ദർശകരുടെ പ്രവേശനത്തിൽ ഉൾപ്പെടെ നിയന്ത്രണങ്ങളുണ്ട്. കൂടാതെ മാസ്ക് അടക്കം ഉപയോഗിക്കണം എന്നുള്ള കാര്യം ഇന്നലെ ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കിയിരുന്നു. കൂടാതെ ഈ കുട്ടിയുടെ പ്രദേശമായ മലപ്പുറം പാണ്ടിക്കാട് ആ മേഖലയിലും ഊർജിതമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഏതെങ്കിലും മറ്റു രീതിയിലുള്ള വ്യാപനത്തിന്റെ സാധ്യതയൊക്കെ തടയാനുള്ള എല്ലാ രീതിയിലുള്ള മുൻകരുതലുകളും ആരോഗ്യ വകുപ്പ് എടുക്കുന്നുണ്ട്. അവലോകന യോഗം ഇന്ന് ചേരുന്നുണ്ട്. ആ രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും നിലവിൽ മുന്നോട്ട് പോവുകയാണ്. ഏതായാലും ഈ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഈ ഡോക്ടേഴ്സുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് നിന്ന് ഷഹദ് റഹ്മാൻ കൂടി ചേരുകയാണ്. ഷഹദ, ഇന്ന് ഒരു അവലോകന യോഗം മലപ്പുറത്ത് നടക്കുന്നുണ്ടല്ലോ. ഒപ്പം തന്നെ ആരോഗ്യവകുപ്പ് ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? രാവിലെ 10 മണിയോട് കൂടിയായിട്ടായിരിക്കും ഈ പ്രതിരോധ രാവിലെ 10 മണിയോട് കൂടിയിട്ടായിരിക്കും ഈ യോഗം നടക്കുക. മലപ്പുറം ഗസ്റ്റ് ഹൗസിലാണ് യോഗം ഉണ്ടാകുക. ആരോഗ്യമന്ത്രി, അതുപോലെ തന്നെ ജില്ലാ കളക്ടർ, അതുപോലെ DMO, മറ്റ് ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമായിട്ടും ഇപ്പോൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള മേഖലകളിൽ ഇനി കൂടുതൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ സാമ്പിളുകൾ ഇതുവരെ ശേഖരിച്ചു, ഇനി അതുപോലെ മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ യോഗത്തിൽ ചർച്ച ചെയ്യുക. അതോടൊപ്പം തന്നെ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഈ റൂട്ട് മാപ്പ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റൂട്ട് മാപ്പ് ഇനി വിപുലീകരിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഇന്നലെ ഈ റൂട്ട് മാപ്പ് പുറത്തുവിട്ട പശ്ചാത്തലത്തിൽ ഇന്ന് എത്ര പേരുടെ സാമ്പിളുകൾ പരിശോധന അയക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ യോഗത്തിൽ ചർച്ച ചെയ്യുക. യോഗം രാവിലെ 10 മണിയോടുകൂടി ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ കുട്ടിയുടെ ആരോഗ്യനില മോശമായി തന്നെ തുടരുകയാണ്. എന്നാൽ അതേ സമയത്ത് കുട്ടിയുടെ സുഹൃത്തായ മറ്റൊരു കുട്ടിക്ക് പനി ബാധിക്കുകയും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയുമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് എന്തെല്ലാം പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ജില്ലയിലുടനീളം ഇനി നടത്തേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ ഇന്ന് യോഗം ചേരുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ വിലയിരുത്തി വരികയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ്, അല്ലെങ്കിൽ ഇതിലെടുത്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ രാവിലെ 10 മണിയോടുകൂടി ഈ യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. മലപ്പുറം ഗസ്റ്റ് ഹൗസിൽ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിലായിരിക്കും യോഗം. ശരി, ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് നിന്ന് അവലോകന യോഗം ഉണ്ട്. ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം. അതേപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ സന്ദർശകർക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ജമ്മുകാശ്മീരിൽ തുടരുന്നു. സായുധ സേനകളുടെയും സുരക്ഷാ ഏജൻസികളുടെയും ഏകോപനത്തോടെയുള്ള പ്രവർത്തനം കരസേനാ മേധാവി ഉറപ്പു നൽകി. സമാധാനവും സുസ്ഥിരതയും നിലനിർത്താൻ ഉന്നതതല സുരക്ഷാ അവലോകന യോഗത്തിൽ തീരുമാനമായി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, ഒരു ഇടവേളയ്ക്ക് ശേഷം ജമ്മുകാശ്മീരിൽ ഈ ഒരു സമാധാനത്തിന് വെല്ലുവിളി ഉയർത്തുന്ന പ്രശ്നങ്ങളും ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നടന്ന ഉന്നതതല സുരക്ഷാ അവലോകന യോഗത്തിലെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് കരസേനാ മേധാവി സന്ദർശിക്കുകയുമാണല്ലോ ആ മേഖലകൾ. ക്രിസ്റ്റീന, ജമ്മു കശ്മീരിൽ ഒരാഴ്ചയായി അതീവ രൂക്ഷമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. 3 ഇടങ്ങളിൽ ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിലും ഇടയ്ക്കിടെ ഏറ്റുമുട്ടലും ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. 6 സൈനികർക്ക് ജീവൻ നഷ്ടമായി, രക്തസാക്ഷിത്വം വഹിച്ച സാഹചര്യം ഉണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കരസേനാ മേധാവിയുടെ ജമ്മു കശ്മീർ സന്ദർശനം. അദ്ദേഹം ഈ മേഖലയിൽ സന്ദർശനം നടത്തി, സുരക്ഷാ അവലോകനം നടത്തി. ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിൽ പ്രധാനമായും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ അധ്യക്ഷതയിലാണ് ഈ യോഗം ചേർന്നത്. ഈ യോഗത്തിൽ കരസേനയുടെ ഉന്നത മേധാവികൾക്കൊപ്പം തന്നെ ജമ്മു കശ്മീരിൽ പ്രവർത്തിക്കുന്ന മറ്റ് ഏജൻസികൾ, സുരക്ഷാ സേനകൾ, BSF,
അടക്കമുള്ള മറ്റ് ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തിട്ടുണ്ട്. കൂടാതെ ഇന്റലിജൻസ് ഏജൻസികളുടെ മേധാവികളും ഈ യോഗത്തിൽ പങ്കെടുത്തു. ഏകോപനത്തോടെയുള്ള പ്രവർത്തനം ഈ മേഖലയിൽ ഉണ്ടാകുമെന്ന ഉറപ്പ് കരസേന ലഫ്റ്റനന്റ് ഗവർണർക്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ നിലവിൽ ഈ പ്രദേശങ്ങളിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടോ, ഇന്റലിജൻസ് സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള പരിശോധനയാണ് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി നടത്തിയത്. ഇതിന്റെ തുടർച്ചയായി മറ്റ് വിവിധ മേഖലകളിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള സൈനികരെ അദ്ദേഹം സന്ദർശിക്കുകയും അവരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യും. എന്തായാലും ഇന്നും അദ്ദേഹത്തിന്റെ സന്ദർശനം ജമ്മു കശ്മീരിൽ തുടരുകയാണ്. ശക്തമായ തിരിച്ചടി തന്നെ ഭീകരവാദികൾക്ക് നൽകുകയും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് ലക്ഷ്യമെന്ന് കരസേന വ്യക്തമാക്കി. ജമ്മു കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കർശന നടപടികളെന്ന് കരസേനാ മേധാവി മേഖലയിൽ തുടരുകയാണ്. വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ്. കോഴിക്കോട് നഗരത്തിൽ വൻ ലഹരിവേട്ട. 94.31 ഗ്രാം MDMA-യുമായി 5 പേർ പിടിയിൽ. മലപ്പുറം കണ്ണൂർ സ്വദേശികളാണ് പിടിയിലായത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന് വീണ്ടും ചേരുകയാണ്. അഭിജിത്ത്, ഈ കാറിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച MDMA ആണ് പിടിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ. ക്രിസ്റ്റീന, കസബ പോലീസും കോഴിക്കോട് സിറ്റി പോലീസ് മേധാവിയുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘവും നടത്തിയ തിരച്ചിലാണ് ഈ ഒരു സംഘത്തെ പിടികൂടിയിട്ടുള്ളത്. 94.31 ഗ്രാം MDMA-യുമായി 5 പേരാണ് പിടിയിലായിട്ടുള്ളത്. അതിൽ ചക്കരക്കല്ല് സ്വദേശികളായ മുഹമ്മദ് ആദിൽ, ബിസ്മില്ല മൻസിലിൽ മുഫിദ്ദീൻ ഷിബിലി, മലപ്പുറം സ്വദേശികളായ മഞ്ചേരി കറുത്തേടത്ത് സൽമാൻ ഫാരിസ്, മഞ്ചേരി സ്വദേശിയായ അലി റഷീൻ, മഞ്ചേരി സ്വദേശി തന്നെയായ ഫിറോസ് ഖാൻ എന്നിവരാണുള്ളത്. ഇവർ കാറിൽ വിൽപ്പനയ്ക്കായി ഈ MDMA കൊണ്ടുവന്നു എന്നുള്ളതാണ് പോലീസ് നമ്മളുമായി സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുന്നത്. ബംഗളൂരുവിൽ നിന്നാണ് ഇവർ ഈ ലഹരിമരുന്ന് കൊണ്ടുവരുന്നത്. ഈ ലഹരിമരുന്ന് വിറ്റ് കിട്ടുന്ന വിൽപ്പന നടത്തി ലഭിക്കുന്ന പണം അത് ഈ ആഡംബരത്തിനൊക്കെ ഇവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് വിപണിയിൽ 5 ലക്ഷത്തോളം രൂപ വില വരുന്ന MDMA-യുമായാണ് ഈ 5 പേരും പിടിയിലായിട്ടുള്ളത്. ക്രിസ്റ്റീന. ശരി, കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത് അഭിജിത്ത് മുഴക്കുന്നാണ്. വിൻഡോസ് സോഫ്റ്റ്വെയർ തകരാർ പൂർണ്ണമായി പരിഹരിക്കാൻ ആഴ്ചകളെടുക്കുമെന്ന് മൈക്രോസോഫ്റ്റ്. ലോകമെമ്പാടും 85 ലക്ഷം കമ്പ്യൂട്ടറുകൾ തകരാറിലായതായാണ് വിവരം. പ്രശ്നം നേരിട്ടവരോട് മാപ്പ് ചോദിക്കുന്നതായി ക്രൗഡ് സ്ട്രൈക്ക് മേധാവി ജോർജ് കുഡ്സ് പറഞ്ഞു. US പ്രസിഡന്റ് ജോ ബൈഡൻ ക്രൗഡ് സ്ട്രൈക്ക് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ലോകമെമ്പാടും ആയിരക്കണക്കിന് വിമാന സർവീസുകളാണ് റദ്ദാക്കപ്പെട്ടത്. ബാങ്കിംഗ് മേഖല, ഓഹരി വിപണി എന്നിവയുടെ പ്രവർത്തനത്തെയും സോഫ്റ്റ്വെയർ തകരാർ ബാധിച്ചു. അതിനിടെ കമ്പ്യൂട്ടർ പ്രതിസന്ധി മുതലെടുക്കാൻ ക്രിമിനലുകൾ രംഗത്തിറക്കിയേക്കുമെന്ന് മുന്നറിയിപ്പുമുണ്ട്. സംസ്ഥാനത്ത് പ്രധാന കാനകളിലടക്കം നീരൊഴുക്ക് തടസ്സപ്പെടുത്തി നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ. ഹരിത കർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളിലടക്കം ഇതിന്റെ സാന്നിധ്യം വളരെ വലുതാണ്. മാലിന്യ സംസ്കരണത്തിന് ഏറ്റവും വലിയ വിലങ്ങുതടിയും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ്. തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട്ടിലും കൊച്ചിയിൽ പേരണ്ടൂർ കനാലിലുമടക്കം നീരൊഴുക്ക് തടസ്സപ്പെട്ടതിന്റെ പ്രധാന കാരണമായി കണ്ടെത്തിയത് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ സാന്നിധ്യമാണ്. പ്ലാസ്റ്റിക് ക്യാരി ബാഗ്, പ്ലാസ്റ്റിക് ഗ്ലാസ്, പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ പ്ലേറ്റ്, തെർമോക്കോളിൽ നിർമ്മിച്ച പ്ലേറ്റ് അടക്കമുള്ള വസ്തുക്കൾ സർക്കാർ നിരോധിച്ചിട്ടുണ്ടെങ്കിലും വിപണിയിൽ സജീവം. ആമയിഴഞ്ചാൻ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ പരിശോധന കർശനമാക്കാൻ സർക്കാർ തീരുമാനിച്ചതോടെ മാറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇതുവരെ ബയോഡീഗ്രേഡബിൾ ആൻഡ് കമ്പോസ്റ്റബിൾ എന്നുള്ള പ്രോഡക്റ്റാണ് സെൻട്രൽ ഗവൺമെൻറ്. ഇപ്പോൾ ബയോഡീഗ്രേഡബിൾ എന്ന അടുത്തൊരു സ്റ്റാൻഡർഡൈസേഷൻ അത് 2 ഇയറിനുള്ളിൽ അനേറോബിക്കും എയ്റോബിക്കും ഭൂമിക്ക് അടിയിൽ കുഴിച്ചിട്ടാൽ ഓക്സിജൻ കണ്ടന്റ് ഇല്ലാത്ത ഏരിയയിൽ കുഴിച്ചിട്ടാൽ പോലും ആ പ്രോഡക്റ്റ് ഡീഗ്രേഡ് ആവണം. അതിൻ്റെ ടെസ്റ്റ് ഡ്യൂറേഷൻ 2 ഇയർ. ഇപ്പോൾ എൻ്റെ കമ്പനി ഏകദേശം 1.5 വർഷത്തോളം കഴിഞ്ഞു. ഏകദേശം ഒരു 6 മന്തിനുള്ളിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ബയോഡീഗ്രേഡബിൾ പ്രോഡക്റ്റുകളും. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന് അംഗീകാരമുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ മാത്രമാണ് വിൽക്കാൻ അനുമതിയുള്ളത്. മണ്ണിലോ വെള്ളത്തിലോ ഇട്ടാൽ അലിഞ്ഞു ചേരുന്ന സസ്യപദാർത്ഥത്തിൽ നിന്ന് നിർമ്മിച്ച കമ്പോസ്റ്റബിൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പ്രകൃതിക്ക് ദോഷം വരുത്തുന്നതാണ്. ഇതര സംസ്ഥാനത്ത് നിന്നെത്തുന്ന നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടാൻ വാഹന പരിശോധനയടക്കം നടത്തണമെന്ന് ബയോഡീഗ്രേഡബിൾ പേപ്പർ പ്രോഡക്റ്റ് നിർമ്മാതാക്കളും ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. 24 കൊച്ചി. വനിതാ ഏഷ്യ കപ്പിൽ ഇന്ത്യക്ക് ഇന്ന് 2ാം മത്സരം. ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങുന്ന മത്സരത്തിൽ UAE ആണ് എതിരാളികൾ. UAE ടീമിൽ 3 മലയാളികൾ ഉൾപ്പെടെ 14 പേരും ഇന്ത്യൻ വംശജരാണ്. പ്രഭാത വാർത്തകളുടെ സമയം പൂർണ്ണമാവുകയാണ്.